ഹലോ, അപ്പോൾ നമ്മൾ ഗ്ലോബൽ വില്ലേജിലെത്തി കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. അവധി ആയതുകൊണ്ടാണ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ, അത്യാവശ്യം തിരക്കുണ്ട്. ഇതാണ്ട് വിക്രമാദിത്യനും വേതാളം വരുന്നുണ്ട്. ഇവക്കുട്ടി ഇതാണ്ട് ഇസക്കുട്ടീനെ എടുത്തുകൊണ്ട് പോകുന്നു. ഇതാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ എക്സിറ്റും എൻട്രൻസും. നമുക്ക് ടിക്കറ്റ് ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാം, അവിടെ പോയിട്ടും ബുക്ക് ചെയ്യാം. നമ്മൾ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്തത്. ഒരാൾക്ക് 22.50 സാധാരണ നോർമലി ടിക്കറ്റിൻ്റെ റേറ്റ്. അന്ന് പെരുന്നാൾ എന്തോ ഇതായതുകൊണ്ട് നമുക്ക് 29.50 അങ്ങാണ്ടായിരുന്നു ഒരാൾക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് കേട്ടോ. ഇവിടെ കയറുന്ന സ്ഥലത്ത് തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള മഹാത്ഭുതങ്ങളുണ്ടല്ലോ, അതിൻ്റെ എല്ലാം ചെറിയ ചെറിയ സാമ്പിളാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അതുപോലെ നമ്മുടെ താജ്മഹലൊക്കെ ഉണ്ട്. ആഫ്രിക്കന്റെ പവലിയനാന്ന് തോന്നുന്നു അല്ലേ? ഇത് ആഫ്രിക്കന്റെ പവലിയൻ. തൊട്ടപ്പുറത്ത് നമുക്ക് താജ്മഹലിന്റെ ചെറിയൊരു അറ്റം കാണാം. നമ്മൾ അങ്ങോട്ട് പോയി നോക്കുവാണ് താജ്മഹൽ കാണാൻ വേണ്ടി. അത് ഇന്ത്യയുടെ പവലിയൻ അല്ല, ലോകമഹാത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ അവരങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന ഏരിയ ഇത് അല്ലേ? അതെ അതെ. ഇന്ത്യയുടെ പവലിയൻ വേറെ ഉണ്ട് കേട്ടോ. പാരീസിലെ ഈഫൽ ടവർ, തൊട്ടടുത്ത് തന്നെ കൊളോസിയം കാണാം നമുക്ക് റോമിലെ. ഇത് കൊളോസിയം ഒക്കെ വേറെ ഉണ്ട്, വേറെ സ്ഥലത്തും വെച്ചിട്ടുണ്ട് അവര്. ഇപ്പൊ നമ്മൾ കേറുന്നിടത്ത് അവര് എൻട്രൻസിൽ വെച്ചേക്കുന്ന ലോകമഹാത്ഭുതങ്ങളുടെ ലിസ്റ്റില്. നല്ല തിരക്കുണ്ട്, കാരണം ഇത് അവധി ദിവസം ആയതുകൊണ്ട്. തിരക്ക് നോക്കി തുടങ്ങിയിട്ടുള്ളു. തിരക്ക് 4 മണിക്ക് ഓപ്പൺ ആകുന്നേ. നമ്മൾ ഓപ്പൺ ആകുമ്പോൾ തന്നെ 5 മണിക്ക് അങ്ങോട്ട് എത്തി. അന്നേരം തിരക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ താജ്മഹലിന്റെ മുമ്പിലേ ഇപ്പോൾ ഉള്ളത്. നാട്ടിലായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ താജ്മഹൽ. പക്ഷെ ഇവിടെ ദുബായ് വന്നിട്ടാണ് താജ്മഹലിന്റെ സാമ്പിൾ കണ്ടത്. അതെ അതെ, ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല അല്ലേ? നമുക്ക് ഇനി നാട്ടിൽ പോകുമ്പോൾ നമുക്കൊന്ന് താജ്മഹൽ കാണാൻ പോകണം. എന്തായാലും കുറേ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം എൻ്റെ, പോകാൻ പറ്റിയിട്ടില്ല. കാര്യം ഞാൻ അവിടെ തൊട്ടടുത്ത് വരെ പോയതായിരുന്നു, യുപിയിലൊക്കെ പോയതായിരുന്നു. പക്ഷെ അന്ന് താജ്മഹൽ കാണാൻ പറ്റിയില്ല. ഗ്ലോബൽ വില്ലേജ് അതിന്റെ അടുത്ത് അങ്ങോട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്, ഓരോ രാജ്യങ്ങളുടെ പവലിയനായിട്ട്. ഇറാന്റെ കാണുന്നില്ലേ അവിടെ? ഇറാൻ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു 90-100 രാജ്യത്തിന്റെ പവലിയൻ ഉണ്ട്. നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ, ഗ്ലോബൽ വില്ലേജ് പോയി കഴിഞ്ഞാൽ ഏകദേശം 90 രാജ്യങ്ങളുടെ ഫുഡ്, കൾച്ചർ, ഡ്രസ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അവരുടെ ആക്സസറീസ്, അതെ അതെ, എല്ലാം അവരുടെ കലാരൂപങ്ങള് എല്ലാം കാണാൻ പറ്റും അതിനകത്ത്. ഇത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കേട്ടോ. ഞാൻ പെട്ടെന്ന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറയാൻ വന്നേ. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആണ്. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആണല്ലേ. നല്ല രസമുണ്ടല്ലോ. അങ്ങോട്ട് രാത്രി നല്ലോണം ലൈറ്റൊക്കെ ആയി കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. ഇതേതാ പവലിയൻ? ഇപ്പൊ കുട്ടി അതൊന്ന് വായിച്ചു. അതേതാ പവലിയൻ? ഇറാൻ. ഏതോട്ടാ വായിച്ചു? ഈജിപ്ത് അല്ലേ? അതിന്റെ അപ്പുറത്ത് ഏതാ? മൊറോക്കോ. സമയം 7 മണിയായി, പക്ഷെ എന്നാലും രാത്രിയായ പ്രതീതിയൊന്നുമില്ല അല്ലേ? നമ്മൾ കാര്യം വീട്ടിൽ നിന്ന് ചായ കേട്ടാ വന്നത്, ചായയും ചെറിയ സ്നാക്സ് ഒക്കെ ആയിട്ടാ വന്നത്. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതുപോലെ ചായ വീട്ടിൽ കുടിക്കാൻ വേണ്ടി സ്ഥലം നോക്കി നിൽക്കുവാണ്. അപ്പം നോക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഡാൻസും പാട്ടെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പം അത് അന്വേഷിച്ച് പോകുന്നതാണ് കൂട്ടൻ. ഫിയസ്റ്റ സ്ട്രീറ്റിൽ കുറേ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് അവിടെ. ഏതാണ്ട് കിഡ്സിൻ്റെ തിയേറ്റർ കണ്ടു നമ്മൾ പോകുന്ന വഴിക്ക്. നോക്കുമ്പോൾ അവിടെ ഏതാണ്ട് ഹിപ്പ് ഹോപ്പിൻ്റെ വർക്ക്ഷോപ്പ് നടക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ ഡാൻസ് കാണാൻ. ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് അവരെ. അതേണ്ട ഓരോ ഭാഗത്തേക്ക് പോകാനുള്ള സൈൻ ബോർഡുകളാണ്. നല്ല രസമുണ്ടല്ലേ ഇത്? നല്ല ഭംഗിയുണ്ട്, നല്ല കളർഫുൾ ആയിട്ട്. ഇതാണ് ഫിയസ്റ്റ സ്ട്രീറ്റ്. അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ കുറേ സ്റ്റേജുകളുണ്ട് അതിനകത്ത്. ഓരോ സ്ഥലത്തും ഓരോരോ പ്രോഗ്രാമുകൾ നടക്കുന്നു. അതിന്റെ ഇടയിൽ കോട്ടൻ ക്യാൻഡി ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ അവിടെ കൂടി ഏതൻകുട്ടൻ കോട്ടൻ ക്യാൻഡി വേണമെന്ന് പറഞ്ഞു. കളർ അല്ലേ? കളർ ഒരു സ്പൂൺ ഇട്ടു. വേണ്ടേ, ആയി വന്നല്ലോ. നമുക്കിത് 2 ടൈപ്പ് ഉണ്ടാക്കാം. ഒന്ന് നോർമല്, പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ചെവിയൊക്കെ വെച്ചിട്ട് മുയൽ പോലത്തെ ഷേപ്പ് ആക്കാൻ പറ്റും. ഓ ശരി. വേണ്ടേ ഏതൻകുട്ടൻ വേണ്ടേ? കോട്ടൻ ക്യാൻഡി എല്ലാം കഴിച്ചിട്ട് ഏതൻകുട്ടൻ്റെ വായന കാണിച്ച മോനെ നല്ല കരിനീര കളറ്. പല്ലൊക്കെ നല്ല കളറായല്ലേ ഈ കുട്ടി? മയിലിന്റെ കളറായി, പീക്കോ കളർ. ചെറുതായിട്ട് രാത്രിയാകാൻ തുടങ്ങുന്നുണ്ട്. 7:30 ആയി അല്ലേ? പക്ഷെ അത്രയ്ക്ക് അങ്ങ് രാത്രി ആയിട്ടില്ല. ലൈറ്റുകളൊക്കെ ഇട്ടു.
നമ്മൾ ചായ കുടിക്കാനുള്ള ഒരുക്കത്തിലാണ്. അവിടെ അതിൻ്റെ അകത്ത് കുറച്ച് പുൽമേടൊക്കെ ഉണ്ട് കേട്ടോ, ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട്. പിന്നെ പുറത്തുനിന്നുള്ള ഫുഡ് അവരങ്ങനെ അലോ ചെയ്യത്തില്ല അകത്തേക്ക്, കാരണം അതിൻ്റെ ഉള്ളിൽ എല്ലാ രാജ്യത്തിൻ്റെയും പവലിയനുകളുണ്ട്. അവിടെ എല്ലാം ഫുഡ് കോർട്ടും ഒക്കെ ഉണ്ട്, അതിൻ്റെ ആ രാജ്യങ്ങളുടേതായതൊക്കെ. അപ്പം നമ്മൾ പിന്നെ പിള്ളേർ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് നമ്മളുടെ അടുത്ത് കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്ത് കയറാൻ പറ്റി. ലിജു, അനുവും അയാൻഷും നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതേണ്ട ഇവിടെ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നേ. നമ്മളെപ്പോഴും ഓരോ ജോഡി എക്സ്ട്രാ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകുന്നോ, ഈ പ്രാവശ്യം എടുക്കാൻ വിട്ടുപോയി. ഇവിടെ ഇങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ഓർത്തില്ല പെട്ടെന്ന്. അതുകൊണ്ട് ഏതൻകുട്ടിനെ കുട്ടിക്ക് ഇസക്കുട്ടിക്ക് അയാൻഷു ബേബിക്കും അതിൻ്റെ അകത്ത് ഇറങ്ങാൻ പറ്റിയില്ല. അവർ സൈഡിൽ നിന്നൊക്കെ നോക്കി നോക്കി. പിന്നെ വേറെ ഡ്രസ്സില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് പിന്നെ ഇറങ്ങിയില്ല. കുറെ പിള്ളേർ അതിനകത്ത് കളിക്കുന്നുണ്ടായിരുന്നു. ഇതിന് ചുറ്റും കുറേ പവലിയൻ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അങ്ങ് അകലെ ഒരു സ്റ്റേജ് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പനും മക്കളും കൂടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓരോന്നൊക്കെ കാണുമ്പോൾ അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല അഭിപ്രായങ്ങൾ വരും. വേണ്ട ഈ ബസ്സിനകത്ത് കയറിയിട്ടുണ്ട്, അവരതും ഫുള്ള് ചുറ്റിക്കറങ്ങി കാണാൻ പറ്റും കേട്ടോ. അതിനകത്ത് നമുക്ക് അതിനെത്ര ചാർജെന്ന് അറിയത്തില്ല, നമ്മൾ അതിനകത്തൊന്നും കയറാത്ത കൊണ്ട് അറിയത്തില്ല. പക്ഷെ അതിൽ കയറിയാൽ പിന്നെ ടൂറിസ്റ്റുകളൊക്കെ അധികം അതിനകത്ത് കയറുന്നേ അല്ലേ. അവരത് ചുറ്റി കാണിക്കും ആ ബസ്സിൽ ഇങ്ങനെ പോവാം. അത് റഷ്യയുടെയൊക്കെ പവലിയൻ കാണുന്നു, യൂറോപ്പ് ഒക്കെയാണ്, അമേരിക്ക, റഷ്യ. നമ്മൾ ഈ പ്രാവശ്യം പവലിയനുകളിൽ അധികം കയറിയില്ല. അതിന്റെ പുറത്തൂടെയൊക്കെ പോയത് കൊണ്ട് ഫുള്ള് നമുക്ക് കാണാൻ പറ്റി. സാധാരണ എല്ലാ വർഷം നമ്മൾ ഒരു ആദ്യം കയറുന്ന എൻട്രൻസിലുള്ള 2 പവലിയനിൽ കയറും. ആഫ്രിക്ക അങ്ങനെ എന്തെങ്കിലും വേറെ രാജ്യം കൂടെ. അത് കയറി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ മടുത്ത് വയ്യാണ്ടായി തിരിച്ചു പോകും നമ്മൾ. ഈ വർഷം നമ്മളങ്ങനെ പവലിയൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല, പുറത്തോടുള്ള കാഴ്ചകളായിരുന്നു കൂടുതൽ കാണുന്നത്. അപ്പോൾ പുറത്തോട്ട് ഇഷ്ടം പോലെ കാഴ്ചകളും പിന്നെ സ്റ്റേജിലെ പ്രോഗ്രാമുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇതാണ്ട് സ്ക്രീനിൽ നോക്ക്, സ്റ്റേജിൽ എന്തൊക്കെയോ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടല്ലേ. ജഗ്ലിംഗ് അല്ലേ, ഒക്കെ എന്ത് രസമല്ലേ. അതാ അവിടെ കുറേ ഗെയിം ഫൺ ഏരിയ പിള്ളേർക്ക് അല്ലേ, ജയന്റ് വീലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇത് മൊത്തം ഈ വെള്ളത്തിന്റെ കളികളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടല്ലേ, കാണാൻ നല്ല രസം. പിന്നെ സമയം പോകുന്ന അറിയൂല. നമ്മള് 5 മണിക്ക് വന്നതല്ലേ, 5 മണി വന്നതാ. നമ്മള് 10-11 മണിയാകാനായി ഇറങ്ങുമ്പത്തേന്. എന്തായാലും നോക്കി, ബിലീവ് ഇറ്റ് ഓർ നോട്ട്, തിരിച്ച് മനുഷ്യനാവുന്നു. മനുഷ്യന്റെ പ്രതിമ ആദ്യം ഇതുമായിട്ട് പിന്നെ തിരിച്ച് വീണ്ടും മനുഷ്യനാവുന്നു അല്ലേ. ഹാർട്ടാണ്ടേ ഇടിക്കുന്നു, തിരിച്ച് മനുഷ്യനാവും, വീണ്ടും പോകും. അങ്ങനെയാ. അതിൻ്റെ ഇടയിൽ ഈ ബലൂണും കൊണ്ട് വന്നിട്ട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് കണ്ടിട്ടല്ലേ. ഫറവോ ഒക്കെ ഇരിക്കുന്നു, ഈജിപ്തിന്റെ പവലിയൻ. കളറെല്ലാം കണ്ടിട്ട് തായ്വാൻ ജപ്പാൻ ആ മോഡലാന്ന് തോന്നുന്നു. അതെ, ജപ്പാൻ തന്നെയാണല്ലോ അല്ലേ അത്. Ice cream! Yummy, yummy! Bye-bye. ചെസ്റ്റ്നട്ട് ഗ്രിൽഡും പിന്നെ കോണ് ചുട്ടതും. മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ടോ? അത് പ്ലെയിൻ ആണെന്ന്, ബട്ടർ തേക്കുന്നുണ്ടോ? പ്ലെയിൻ അല്ലേ. അവര് ഇതുപോലെ തന്നെ കൊട്ടി ഇങ്ങനെ വിളിക്കും, സൗണ്ട് വെച്ചിട്ടല്ലേ. അപ്പൊ നമ്മൾ ജപ്പാന്റെ പവലിയന്റെ മുന്നിലാണ് നിൽക്കുന്നത്. അതിന്റെ അപ്പുറത്ത് റോഡ് ഓഫ് ഏഷ്യ കാണുന്നുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് ആയിട്ട് തായ്ലൻഡ് ആണ്. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾക്ക് എല്ലാ രാജ്യത്തിൻ്റെതും പിന്നെ ഫുഡുകൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ടർക്കിഷ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് ബോസ്നിയൻ ഉണ്ട്. അപ്പോൾ ഇതാ നേരെ ടർക്കിഷ് ബേക്ക്ഡ് പൊട്ടറ്റോ കാണും നമ്മൾ. അതിന് മുന്നിൽ അത് സ്പാനിഷിൻ്റെ റെസ്റ്റോറൻ്റ് ഉണ്ട്, എമിറാത്തി ഫുഡുണ്ട്, കറക്റ്റി, ബാങ്കോക്ക്, അങ്ങനെ എല്ലാ രാജ്യത്തിൻ്റെയും നമുക്ക് ഫുഡുണ്ട്. ഫുഡിൻ്റെ കൗണ്ടറാണ് ഇവിടെ കാണുന്നതെല്ലാം. അതായത് എന്തൊക്കെയോ
കുറേ ഗെയിമുകളുണ്ട് ഇവിടെ അല്ലേ? പക്ഷെ അന്ന് നോക്കി നമ്മൾ പണ്ട് വണ്ടറിലെ പോയപ്പോൾ കയറിയ കൂട്ടൊക്കെ സാധനങ്ങൾ. മെറിഗോറൗണ്ട് അതേരാ. ഇത്ര നേരം നമ്മൾ പുറത്തൂടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. നമുക്കിനി ഒരു പവലിന് കയറി നോക്കിയാലോ അച്ഛാ? പോയി നോക്കാം. ജപ്പാന്റെയും തായ്ലൻഡിന്റെയും ആണ് അടുത്തടുത്ത് കാണുന്നത്. നമുക്കെന്ന് ഇതിനകത്ത് കയറി നോക്കാം. കാരണം അതിൻ്റെ അകത്ത് എന്തോ പ്രോഗ്രാം നടക്കുന്നതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, പാട്ടിന്റെ. നമുക്കൊന്നിപ്പോ ഒന്ന് കയറി നോക്കാം അല്ലേ? ജപ്പാനിൽ കയറി നോക്കാം അല്ലേ? ജപ്പാനിൽ കയറി നോക്കാം. നമ്മൾ ജപ്പാന്റെ പവലിയനിലേക്ക് കയറാൻ പോവാണേ. കയറാം. ജപ്പാന്റെ ആണ് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ. ജപ്പാന്റെ ആണോടാ? ജാപ്പനീസ് ഒറിഗാമി ഷോപ്പാണ് കാണിക്കുന്നത്. അതെന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയതല്ലേ? ചെറിയ ചെറിയ തൂവല് പേപ്പറൊക്കെ വെച്ചിട്ട് ക്രാഫ്റ്റ്സ് ചെയ്തേക്കുന്നതാ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഭംഗിയുണ്ട് കാണാൻ. അരയന്നങ്ങളും ഇതൊക്കെ ആയിട്ട്. ഇതാണ് റോഡ് ഓഫ് ഏഷ്യ. അവിടെ എന്തൊരു പാട്ട് കേൾക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം. ഡാൻസ് എന്ത് രസം. ഈ ഷോപ്പ് നോക്കി നല്ല രസമുണ്ടല്ലേ? നോക്കി എല്ലാ പൂച്ചകളും തലയാട്ടുന്നുണ്ടല്ലോ, കൈയാട്ടുന്നുണ്ടല്ലോ. പൂച്ചനെ ചേട്ടനെ കണ്ട ഒരുപോലെ ഉണ്ടല്ലോ. ഭയങ്കര ക്യൂട്ടാ. കുറെ സ്പൈസിന്റെ ഷോറൂമാണ്. ശ്രീലങ്കൻ അല്ലേ ഇത്? ശ്രീലങ്കൻ സ്പൈസസ് ആണ്. മുളകുപൊടിയും മല്ലിപ്പൊടി എല്ലാം വെച്ചിട്ടുണ്ട്. അതെ, മേലെ ഇട്ടേക്കുന്ന അതൊക്കെ തായ്ലൻഡ് ആണെന്ന്. കരിക്കും മാംഗോയൊക്കെ ആയിട്ട്. ഇത് വെടി പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഫയർ വർക്ക്സ്. നമ്മൾ ഓടി വന്ന് നോക്കിയതാണ്. ഏതെങ്കൂട്ടം പറയുവാണേ, ഞങ്ങൾ ഇതൊക്കെ നോക്കാനല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്ന്. ചൈനയുടെ അല്ലേ ഏറ്റവും വലിയ പവലിയനല്ലേ എന്ന് തോന്നുന്നേ. കൂടുതൽ സ്പേസ് കാണുന്നത് അവരുടെയാണേ. അത് മാരിയല്ല, എമ്മോന്ന് എഴുതിയേക്കുന്നേ. മിസ്റ്റേക്കിലെയാ.
നമുക്ക് താജ്മഹലിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്താലോ? ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ താജ്മഹൽ. ഇത് ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് കേട്ടോ. ആ ബേർഡിനെ നോക്കച്ച എന്ത് രസമാണ് ലൈറ്റ് ചെയ്തിട്ട്. നേരത്തെ എൻട്രൻസ് കണ്ട പോലെ എല്ലാ ഇതിനും ചെറിയ സാമ്പിൾ ആക്കി വെച്ചിട്ടുണ്ട്. ബുർജ് അൽ അറബ് തൊട്ടപ്പുറത്ത് ഇത് സിംഗപ്പൂരിലെ ബിൽഡിങ് ജയന്റ് വീല്. ഇത് പാരീസിലെ ആർക്ക് ഡി ട്രയംഫ് ആണെന്ന് തോന്നുന്നു അല്ലേ? നെപ്പോളിയന്റെ യുദ്ധവിജയത്തിന്റെ സ്മാരകം അത്. പിസയിലെ ചെരിഞ്ഞ ഗോപുരം അല്ലേ? അതെ, അപ്പുറത്ത് കൊളോസിയം ഉണ്ട്. കൊളോസിയം കാണുന്നുണ്ട്. എന്ത് രസം അതൊക്കെ ആക്കി വെച്ചേക്കുന്നല്ലേ കണ്ടാല്. അതെ, ഈഫൽ ടവർ. അതുകൊണ്ട് അപ്പുറത്ത് എന്താണത്? സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഈജിപ്തിലെ പിരമിഡ്. ഈ നോക്കിക്കേ, റെസ്റ്റോറന്റ് കാണാൻ എന്ത് രസമാണ് അല്ലേ? നല്ലൊരു വണ്ടിയൊക്കെ പോലെ ഉണ്ട്. റെസ്റ്റോറന്റ് ഓൺ വീൽ. അങ്ങനെ അവസാനം നമ്മളുടെ ഇന്ത്യ എത്തിയിരിക്കുന്നു. നമ്മൾ ഇന്ത്യയിലേക്ക് പോവുകയാണ്. അതെ അതെ, ഗ്ലോബൽ വില്ലേജ് വന്നിട്ട് ഇന്ത്യയെ കയറാതെ പോകുന്നത് മോശമല്ലേ? അതെ, നമ്മളെപ്പോഴും ഇന്ത്യയുടെ പവലിയൻ തിരയാറുണ്ട്. പക്ഷെ അതിങ്ങ് കൊറേ മാറിയാ കേട്ടോ. അതേറ്റവും ലാസ്റ്റ് ആയിട്ടുള്ളത് അല്ലേ? അതെ അതെ, നമുക്കൊന്ന് കയറി നോക്കാം എന്തായാലും നമ്മുടെ ഇന്ത്യയിൽ എന്തൊക്കെയാണുള്ളതെന്ന് കാണാനായിട്ട്. ഗ്ലോബൽ വില്ലേജ് വന്നിട്ട് ഇന്ത്യ വരെ പോകാതെ മോശമല്ലേ? അതെ, നല്ല രസമുണ്ടല്ലേ? എല്ലാ ഇവിടെ നല്ല ഡെക്കറേഷനും മോശമില്ല. നല്ല സ്റ്റാർ എല്ലാം കൊടുത്ത്. അതെ, ഇന്ത്യയുടെ പൗലിയം കാണാൻ നമുക്കൊരു അഭിമാനം പോലെ അല്ലേ? അതിനകത്ത് എല്ലാ സംഭവങ്ങളും എല്ലാ രാജ്യത്തിന്റെ ഇല്ലേ, നമ്മൾ തുടക്കത്തിൽ കണ്ട പോലത്തെ അങ്ങനത്തെ എല്ലാം നമ്മുടെ ഈജിപ്തിന്റെ പിരമിഡ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ പിരമിഡും കാര്യങ്ങളെല്ലാം അതിൻ്റെ അടുത്തുണ്ട്. അവിടെ അടുത്താണോ നീ? കയറാം, അതും കൂടെ കയറിയിട്ട് പോകാം. ആ, ചൈനന്റെ അവിടെ നിൽക്കുമ്പോൾ അത് കണ്ടത് കണ്ടില്ലേ? ഞങ്ങളും വിചാരിച്ചു എന്തായാലും അവന്റെ സൗണ്ട് കേട്ട് എന്തായാലും നോക്കാതിരിക്കൂല. അങ്ങനെ നമ്മൾ കുറേ പവലിയനും കയറി കുറേ പ്രോഗ്രാമും കണ്ടു. ലാസ്റ്റ് എക്സിറ്റ് എത്താനായി. താണ്ട് ഗ്ലോബൽ വില്ലേജ് എന്നുള്ള ബോർഡ് കണ്ടു. എക്സിറ്റ് എത്താനായി അല്ലേ? 10:30 ആയി കേട്ടോ. 5 മണിക്ക് കയറിയതാ നമ്മൾ ഇതിൻ്റെ അകത്ത്. 5 മണിക്കൂർ ഈ പ്രാവശ്യം അങ്ങനെ ക്ഷീണം വന്നില്ല കേട്ടോ. ഇല്ല, കാരണം ഓരോ പവലിയന് കയറാത്തോണ്ടാ. കുറെ എണ്ണത്തിൽ കയറി നമ്മൾ മടുത്തു പോകും. കാരണം ഒരേപോലെ ഏകദേശം ഒക്കെ പോലെ തന്നെയല്ലേ, വലിയ വ്യത്യാസമൊന്നുമില്ല അങ്ങനെ. പിന്നെ ഓരോ കൺട്രിയുടെയും ഫുഡൊക്കെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. നമ്മളെല്ലാം ഒന്നും ടേസ്റ്റ് ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് കഴിക്കാൻ തോന്നുന്നതൊക്കെ എങ്ങനെ കഴിച്ച് പോകും അല്ലേ? ഏതോട്ടിനെ എടുക്കാൻ പറ്റാത്ത ഏതോട്ടിനൊരു ഉമ്മ കൊടുത്താൽ മതി. നല്ല രസമുണ്ടല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർ കളർഫുൾ ഒക്കെ ആയിട്ടിരിക്കുന്നത്. ഇതാണ് ഇന്ത്യൻ ചാറ്റ് ബസാർ. അവിടെ ചാട്ടുകളുണ്ട്, അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ദോശേൻ്റെ ഇതുണ്ട്, ഷോപ്പുണ്ട്, പല വെറൈറ്റി ദോശകൾ.
ഇതാണ് ടർക്ക് കബാബ്. നല്ല കബാബും കുബൂസും. പുക വരുന്ന നോക്കിക്കേ. ഭയങ്കര പുകയില കുക്ക് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ. ഒരാൾ പാക്ക് ചെയ്യുന്നു ഫുഡ്, ഒരാൾ റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നോൺ സ്റ്റോപ്പ് ആയിട്ട് റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരേ സമയത്ത് പല പല പ്രോസസ്സ്. ഒരാൾ ഇതുപോലെ മീറ്റ് കുക്ക് ചെയ്യുന്നു. മൊത്തത്തിൽ അവിടെ ഒരു പുകമയമാണ്, പക്ഷെ നല്ല രസമുണ്ട് കാണാനായി. കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. കണ്ടിരിക്കാൻ നല്ല രസമാണ്. പൊങ്ങി വന്നിട്ടാ അല്ലേ, അതെടുക്കുന്നതാണ് നല്ല രസമുണ്ട്. ചെറിയ കുബൂസ. നല്ല തിരക്കുണ്ടാ കടയിൽ കേട്ടോ. അവരിങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പണി എടുത്തോണ്ടിരിക്കുക. അപ്പ തീരുന്നുണ്ട്, ഒന്നും ബാക്കി വരുന്നില്ല. എന്നാണേലും മൊത്തത്തിൽ ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ലൊരു രസമുണ്ട്. ഒരാൾ പഴം കൊണ്ട് പോകുന്നു, വലിയൊരു പഴം. എല്ലാ പവലിയനും കണ്ടു അല്ലേ ഇതുട്ടാ? അപ്പൊ നമ്മള് ഇറാന്റേതും ഖത്തറിന്റേതും പവലിയന്റെ പിന്നെ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത്. നമ്മൾ ഫ്രണ്ടിൽ ഗ്ലോബൽ വില്ലേജിന്റെ എക്സിറ്റ് കാണുന്നുണ്ട്. നമ്മൾ എക്സിറ്റിന്റെ അടുത്ത് എത്തി ഓൾറെഡി. ഇപ്പൊ സമയം എത്രയാ? 10 മണിയാകാൻ പോവാണ്. നമ്മൾ ഇനി പുറത്തേക്ക് പോവാ. കഴിഞ്ഞു, നമ്മൾ 5 മണിയൊക്കെ ആയപ്പോ ഇവിടെ എത്തിയതാണ്. അതെ. അപ്പൊ നമ്മള് ഫുള്ള് ചുറ്റി കണ്ടു അല്ലേ? ഇങ്ങനെ ഉണ്ടായിരുന്നോ? ഫണ്ണല്ലായിരുന്നോ? എല്ലാ രാജ്യങ്ങളും കാണാൻ പറ്റിയില്ലേ? പവലിയൻ ഇന്ത്യയിൽ പോയില്ലേ നമ്മള്? അങ്ങനെ നമ്മൾ ഇന്ത്യയിലൊക്കെ പോയി ഇറങ്ങി അല്ലേ? എല്ലാ പവലിയനും കാണാനും പവലിയനൊക്കെ കാണാനും പറ്റി, പവലിയൻ കണ്ടിട്ട് കിതയ്ക്കാനും പറ്റി. പിന്നെ ഫയർ വർക്ക്സ് നമ്മൾ കണ്ടു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പുറത്തേക്ക് പോകാം. നമ്മൾ സാധാരണ എല്ലാ വർഷം വരുന്നത് മടുത്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ വർഷം പക്ഷേ നല്ല രസമായിരുന്നു അല്ലേ? ഈ വർഷം നമ്മൾ ഒത്തിരി ഇതിന്റെ അകത്തൂടെ കയറാത്തോണ്ട് മടുക്കാത്തോണ്ട് വലിയ കുഴപ്പം തോന്നില്ല അല്ലേ? കാരണം ഗെയിമുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാനുള്ളതുകൊണ്ട് പിള്ളേരും അധികം അങ്ങനെ എടുക്കാനൊന്നും പറഞ്ഞില്ല. നമ്മൾ എല്ലാം അടുത്ത് പോകാൻ ഇറങ്ങി. അന്നേരം ആൾക്കാർ വരുന്നേ ഉള്ളൂ കേട്ടോ. കുറേ ആൾക്കാർ ഇപ്പം ജസ്റ്റ് കയറുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഗ്ലോബൽ വില്ലേജിൻ്റെ പുറത്തെത്തി. ഇതാ നമ്മുടെ ഗ്ലോബൽ വില്ലേജ് പുറകിലേക്ക് ഇങ്ങനെ കാണുന്നു, പല കളറിൽ ഇങ്ങനെ മാറി മാറി. അതെ അതെ, ലൈറ്റൊക്കെ പല കളറിൽ കാണുന്നല്ലേ?
നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെടുത്തോട്ട് നടക്കാൻ പോവാണ്. നമ്മൾ വണ്ടി റോഡിന്റെ അപ്പുറത്താ പാർക്ക് ചെയ്തേക്കുന്നത്. ഇഷ്ടംപോലെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. പാർക്കിംഗ് ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. ഇനി അടുത്ത വർഷത്തെ ഗ്ലോബൽ വില്ലേജിലേക്ക് വില്ലേജിലേക്ക് വീണ്ടും പോകാന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിപ്പം ബൈ. ബൈ.